ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് BNSS പ്രകാരം ഒരു പ്രൊസീഡിങ്സ് ആണ്. അതായത് എവിഡൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രൊസീഡിങ്സ് ആണ്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് പോലീസോ അതല്ലെങ്കിൽ മജിസ്ട്രേറ്റ് ഓതറൈസ് ചെയ്ത ഒരാളോ ആയിരിക്കും. ഒരിക്കലും മജിസ്ട്രേറ്റ് ആയിരിക്കില്ല അത് ചെയ്യുക. ഒന്നില്ലെങ്കിൽ പോലീസോ അതല്ലെങ്കിൽ മജിസ്ട്രേറ്റ് ഓതറൈസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു പേഴ്സൺ ആയിരിക്കും ഈ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുക. എൻക്വയറി എന്ന് പറയുന്നത് ആക്ടിവിറ്റീസ് കണ്ടക്റ്റഡ് ബൈ മജിസ്ട്രേറ്റ് അതർ ദാൻ ട്രയൽ എന്നാണ്. അപ്പം ട്രയൽ അല്ലാതെ ഒരു മജിസ്ട്രേറ്റ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റീനെയാണ് നമ്മൾ എൻക്വയറി എന്ന് പറയുക. അപ്പോൾ എൻക്വയറി എപ്പോഴും കണ്ടക്ട് ചെയ്യുക മജിസ്ട്രേറ്റ് ആയിരിക്കും. ഒരു ക്രിമിനൽ കേസിൻ്റെ സെക്കൻഡ് സ്റ്റേജാണ് ഈ പറയുന്ന എൻക്വയറി എന്ന് പറയുന്നത്. ട്രയൽ എന്ന് പറയുന്നത് BNSSൽ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഒരു ആക്ട് നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോസ് ഡിറ്റർമൈൻ ചെയ്യാനും അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യാനുമാണ് നമ്മൾ മെയിനായിട്ട് ട്രയൽ യൂസ് ചെയ്യുക. ഇതെപ്പോഴും കണ്ടക്ട് ചെയ്യുന്നത് ഒരു മജിസ്ട്രേറ്റ് ആയിരിക്കും ഇത് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. ഈ ട്രയലിൻ്റെ എൻഡ് ആകുമ്പോഴേക്കും ഒരാളിനെ അക്വിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഒരാളിനെ കൺവിക്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് ഈ ട്രയലിൻ്റെ എൻഡ് സമയത്തായിരിക്കും, അല്ലെങ്കിൽ ട്രയൽ കഴിയുന്നതോടുകൂടിയായിരിക്കും. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എക്സ്പ്ലനേഷനും നോട്ട്സും കേസ് ലോസും ഒക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ്.